കോട്ടയം വികസനം മുടക്കുന്നത് ഏത് ഹീനമായ മാർഗവും സ്വീകരിക്കാൻ മടിയില്ലാത്ത അവസ്ഥയിലേക്ക് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം അധംപതിച്ചതായി CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. VN വാസവൻ കോട്ടയം MLA ആയിരുന്ന സമയത്ത് കോട്ടയം കുമരകം റോഡ് വികസനത്തിനുള്ള നടപടികളിലായിരുന്നു. എന്നാൽ താഴത്തങ്ങാടി ഭാഗത്ത് സ്ഥലം വിട്ടു നൽകേണ്ടവരുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ആ വികസനം മുടക്കി സങ്കുചിതമായ രാഷ്ട്രീയമായിരുന്നു ഇതിന്റെ പിന്നിലെന്നും അവർ വ്യക്തമാക്കി. കൊണത്താറ്റ് അതായത് കരിക്കാത്തറ പാലത്തിന്റെ പേര് പറഞ്ഞ് സമരം ചെയ്യുമ്പോൾ പോലും നിർമ്മാണം എങ്ങനെ മുടക്കണമെന്ന ദുരുദ്ദേശമായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും സമരത്തിൽ പങ്കെടുത്ത പ്രാദേശിക കോൺഗ്രസ് നേതാവ് ബിനോയ് വിശ്വനാഥ് തന്നെ കമ്പി മോഷ്ടിച്ച് നിർമ്മാണം തടയാൻ നോക്കിയതും ഇതിന്റെ തെളിവായി മാറി. കോൺഗ്രസ് ജില്ലാ നേതൃത്വം ഇതിന് മറുപടി നൽകുകയും വേണം. DCCI പ്രസിഡന്റ് നാട്ടകം സുരേഷിന്റെ നേതൃത്വത്തിൽ നടന്ന സമരഭാസങ്ങളുടെ പൊള്ളത്തരമാണ് ഈ സംഭവത്തോടെ ജനങ്ങളുടെ മുമ്പിൽ തെളിവായത്. പാലം നിർമ്മാണം അവസാന ഘട്ടത്തിലാണിപ്പോൾ. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ഇതിനകം നിരവധി മികച്ച റോഡുകളും പാലങ്ങളും വന്നു കഴിഞ്ഞു. ഈ വികസന മുന്നേറ്റം കണ്ട വിഭ്രാന്തിയിലാണ് കോൺഗ്രസ് കോണത്താറ്റ് പാലം നിർമ്മാണം അട്ടിമറിക്കാൻ ശ്രമിച്ചത്. പകൽ സമരം സംഘടിപ്പിച്ച് രാത്രിയിൽ കമ്പി മോഷ്ടിക്കുന്നത് നാടിന് തന്നെ നാണക്കേടായ സംഭവമായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ നിന്നും കമ്പി കണ്ടെടുക്കുകയും ചെയ്തു. ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ടെന്നുള്ളത് പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. പാലത്തിന്റെ പേരിൽ ഇക്കാലം അത്രയും നടത്തിയ രാഷ്ട്രീയ മുതലെടുപ്പ് പൊളിഞ്ഞു വീണ സാഹചര്യത്തിൽ കോൺഗ്രസ് ജനങ്ങളോട് മാപ്പ് പറയണം. കാരണം ജനങ്ങൾക്ക് അത്രയധികം ആവശ്യമായ പാലമായിരുന്നു കോൺഗ്രസ് തുരങ്കം വെച്ച് നശിപ്പിച്ചത്. കുമരകം വഴിയുള്ള പ്രധാന റോഡാണിത്. ടൂറിസ്റ്റുകളുടെയും ആയിരങ്ങളിൽ ദിനംപ്രതി സഞ്ചരിക്കുന്ന പാത വൻ വികസനങ്ങൾ നടന്ന മണ്ഡലം കൂടിയായിരുന്നു ഏറ്റുമാനൂർ. അതിനെ ഇക്കാരണത്താൽ കോൺഗ്രസും UDFും തരം താഴ്ത്തിയത് എന്തുകൊണ്ടാണെന്നും മനസ്സിലായില്ലെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കി.